ജസ്ന തിരോധാന കേസിൽ പിതാവിന്റെ ആരോപണങ്ങൾ തള്ളി CBI. പിതാവിന്റെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ പലതും മൊഴിയെടുത്തപ്പോൾ അറിയിച്ചിട്ടില്ലെന്ന് CBI തിരുവനന്തപുരം കോടതിയിൽ നൽകിയ ആ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും CBI. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഈ പിതാവ് പറയുന്നത് പോലെ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നാണോ ഇപ്പോൾ CBI പറയുന്നത്? അന്വേഷണം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നല്ലോ മുൻപ് CBI. ജസ്നയുടെ പിതാവ് തിരുവനന്തപുരം CBI കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞത് CBI അന്വേഷണത്തിൽ പല ഭാഗങ്ങളും വിട്ടുപോയി, അങ്ങനെ CBI അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളതായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും CBI ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ആ കോടതിയിൽ ഈ ഹർജിയിലെ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നു. ചോദ്യം ചെയ്തപ്പോൾ ജസ്നയുടെ പിതാവ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് CBI നിലപാട്. ജസ്നയ്ക്ക് ഗർഭലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല, മാത്രമല്ല ആൺ സുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയതാണ്. ആർത്തവ രക്തം പുരണ്ട വസ്ത്രം കണ്ടെടുത്തിട്ടില്ല. NSS ക്യാമ്പ് സംബന്ധിച്ചും അന്വേഷണം നടത്തിയതായി CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ ഹോസ്റ്റലിൽ ഒപ്പമുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തു. അധ്യാപകരുമായും ജസ്നയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ലെന്നും അതേസമയം അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും CBI റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പഠിക്കാൻ സമയം വേണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഈ മാസം 12-ന് കേസ് വീണ്ടും പരിഗണിക്കും. ശരി, ജസ്ന തിരോധാന കേസിൽ പിതാവിന്റെ ആരോപണങ്ങൾ തള്ളി CBI. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്.